ഹലോ, എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് റെസിപ്പിയാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. ഇത് നമുക്ക് ചോറിനും പലഹാരത്തിനും എല്ലാം നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാനും സാധിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലാ പീസും ഉണ്ട്. അപ്പോൾ 2 കിലോനുള്ള അളവാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. മീഡിയം പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ച് അതിലോട്ട് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടാകുന്ന സമയത്ത് വലിയ 2 സവാളയാണ് ഞാനിപ്പോൾ നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ സവാള ആണെങ്കിൽ 3 എണ്ണം മതിയാവും. അപ്പോൾ ഞാൻ 2 കിലോനുള്ള അളവാണ് ഞാൻ മൊത്തം പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ വഴറ്റിയിട്ട് അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടണം. അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ട് തന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ സവാള നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയാണ് ഇതിൽ കൂടുതലായിട്ടും എടുത്തിരിക്കുന്നത്. ഇനി അത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മളിതിലൂടെ ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്. 2 പഴുത്ത തക്കാളി ചെറുതായിട്ട് മുറിച്ചാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിത് നല്ലപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ വേണമെങ്കിൽ ഇത്തിരി ഉപ്പിട്ട് വേവിക്കാം. ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ നല്ലപോലെ അടച്ച് വെച്ച് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഒരു 10 മിനിറ്റ് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം. തക്കാളി ഉടഞ്ഞ് കിട്ടുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇടയ്ക്ക് അടച്ച് വയ്ക്കുക, ഇടയ്ക്ക് തുറന്ന് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ഹോം മെയ്ഡ് ഗരം മസാലപ്പൊടിയാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തു. അടുത്ത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അത് എരിവിനനുസരിച്ച് മതി. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുക. പൊടികളുടെ അളവ് മാറരുത്. നമുക്ക് എടുക്കുന്ന മുളക് പൊടിക്കും കുരുമുളകിനനുസരിച്ച് നമുക്ക് എരിവ് വ്യത്യാസം വന്നേക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പൊടിൻ്റെ പച്ച മണമൊന്ന് മാറുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് തൈരാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ഇത് ഓപ്ഷനിലാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ മാത്രം ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നന്നായി വഴറ്റി നമുക്ക് പച്ചമണമൊക്കെ മാറിയ ശേഷം നമ്മളിത് ഈ മസാല കുക്കറിലോട്ട് മാറ്റുകയാണ്. കുക്കറിലിട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിലോട്ട് മാറ്റിയ മസാലയിലോട്ട് നമ്മൾ ചിക്കൻ പീസസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ 2 കിലോ ചിക്കൻ ഉണ്ട്, മീഡിയം പീസായിട്ടുള്ളത്. അപ്പോൾ ഫുള്ളും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. മസാലയും ചിക്കനൊക്കെ ഒന്ന് ഒരുമിച്ച് കിട്ടുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം നമ്മൾ മിക്സ് ചെയ്തതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കനിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നമ്മൾ വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്തിട്ട് വേവിക്കുക. ചിക്കൻ കറിക്ക് അനുസരിച്ച് നമുക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്.
ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന സ്റ്റോക്കാണ്. നമ്മളിപ്പോൾ അരച്ചതിൻ്റെ ആ വെള്ളമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്കിനി ഇതിൽ ചിക്കൻ ഞാനിപ്പോൾ 2 വിസിലാണ് ഇടുന്നത്. വെയിറ്റ് ഇട്ടിട്ടാണ് വേവിക്കുന്നത്. 2 വിസിലാകുമ്പോഴത്തേക്കും ചിക്കൻ നല്ലപോലെ കുക്കായിട്ട് കിട്ടും, നമുക്ക് കറക്റ്റ് പാകമായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് 2 വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വിസിലൊക്കെ വന്ന് അത് ഫുള്ള് എയർ പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതിയാവും. ഇനിയിപ്പോൾ 2 വിസിൽ വന്ന് എയറൊക്കെ മാറിയ ശേഷം ഞാനിപ്പോൾ തുറക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ ഇതാണ്, നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ആദ്യം ചിക്കൻ കറി മസാല ഉണ്ടാക്കിയ പാത്രത്തിലോട്ടാണ് ഞാനിപ്പോൾ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യത്തിന് വെള്ളമുണ്ട്. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അത് തിളപ്പിക്കുക. ഉപ്പും മുളകൊക്കെ നമുക്ക് ഈ സമയത്ത് നോക്കാവുന്നതാണ്. എരിവും പോരെങ്കിലും നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക ഈ തിളയ്ക്കുന്ന സമയത്ത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ വാട്ടറി കൺസിസ്റ്റൻസി എത്ര വേണോ, നമുക്ക് കുറുക്കുകയാണെങ്കിൽ കുറുക്കിയെടുക്കാം, ഇല്ലെങ്കിൽ വാട്ടറി ആയിട്ടാണ് വേണമെങ്കിൽ നമുക്ക് അതുപോലെയും ചെയ്യാവുന്നതാണ്. ഇനി ഞാനൊരു 1/2 കപ്പ് മല്ലിയില മുറിച്ചതുണ്ട്, അപ്പോൾ അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അളവിനനുസരിച്ച് കുറുക്കിയെടുക്കാവുന്നത്. ഇത് കറക്റ്റ് പാകമാണ് ചിക്കൻ കറിയുടെ. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇപ്പോൾ റെഡിയാണ്. ഇനിയിപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയാണ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമാവും, തീർച്ചയായിട്ടും ഇഷ്ടമാവും. നമുക്ക് ഏതൊരു പലഹാരത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലിയും റിലേറ്റീവ്സൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന ഈ ടേസ്റ്റി ആവുന്ന ഈ ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കുക.